ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസിൻ്റെ ജില്ലാതലത്തിലുള്ള UP വിഭാഗം ചോദ്യങ്ങളാണ്. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? കെ. തായാട്ട്. കെ. തായാട്ടിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? തായാട്ട് കുഞ്ഞനന്ദൻ. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയുടെ വരവറിയിച്ചുകൊണ്ട് ഉച്ചഭാഷിണിയുമായി മുന്നിൽ നടന്ന സംഘത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എന്നാണ്? 1930 മാർച്ച് 12. എത്ര അനുയായികളുമായാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്? 78 അനുയായികൾ. എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത്? 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ 5. ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. ദണ്ഡി കടപ്പുറത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പുകുറുക്കൽ സമരം ആരംഭിച്ചത് എന്നാണ്? 1930 ഏപ്രിൽ 6 രാവിലെ 6 മണിക്ക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ആരുടെ വാക്കുകളാണ് ഇത്? ബാലഗംഗാധര തിലക്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരായിരുന്നു? ഗാന്ധിജി. ഗാന്ധിജിക്ക് അന്ന് 61 വയസ്സായിരുന്നു പ്രായം. ഗാന്ധിജിയുടെ കൂടെ ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? കാന്തിലാൽ. ഗാന്ധിജിയുടെ പൗത്രനാണ് കാന്തിലാൽ. അദ്ദേഹത്തിൻ്റെ പ്രായം 18 വയസ്സായിരുന്നു. ഉപ്പ് എന്തിൻ്റെ പ്രതീകമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്? ഉപ്പ് ശക്തിയുടെ പ്രതീകം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ. കേളപ്പൻ. അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? കെ. തായാട്ട് എഴുതിയ നാം ചങ്ങല പൊട്ടിച്ച കഥ. ഗാന്ധിജിയും അനുയായികളും ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എവിടെ വെച്ചാണ്? ദണ്ഡി കടപ്പുറത്ത് വെച്ച്. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? കെ. കേളപ്പൻ. ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജി എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും. മഹാത്മാഗാന്ധി ജനിച്ച വർഷം ഏതാണ്? 1869 ഒക്ടോബർ 2. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ ഗാന്ധിജിയുടെ കുടുംബത്തിൽ നിന്ന് പങ്കെടുത്തവർ ആരൊക്കെയാണ്? ഗാന്ധിജിയുടെ മകൻ മണിലാൽ, പൗത്രൻ കാന്തിലാൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഹിംസാ വ്രതക്കാരനായ സത്യാഗ്രഹിയുടെ
മുഷ്ടിക്കുള്ളിലെ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി തകർത്തേക്കാം, എന്നിരുന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? പയ്യന്നൂർ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിയമലംഘന പ്രസ്ഥാന സമരം ഏതാണ്? ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. ഏപ്രിൽ 6 മുതൽ 13 വരെയുള്ള ദിവസങ്ങൾ അക്കാലത്ത്, അതായത് 1930 കാലങ്ങളിൽ ദേശീയ ദുഃഖാചരണ വാരമായി ആചരിക്കാറുണ്ടായിരുന്നു. എന്തിനായിരുന്നു ദുഃഖാചരണ വാരമായി ആചരിച്ചത്? ജാലിയൻ വാലാബാഗിലെ ക്രൂരമായ നരഹത്യയെ അനുസ്മരിച്ചുകൊണ്ടാണ് ദുഃഖാചരണ വാരമായി ആചരിച്ചിരുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? പ്ലാസി യുദ്ധം. 1757 പ്ലാസി യുദ്ധം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? A.O. ഹ്യൂം. അലൻ ഒക്ടോവിയൻ ഹ്യൂം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ 1921 നടന്ന കലാപം ഏതു പേരിലാണ് അറിയപ്പെട്ടത്? മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ കലാപം. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി വീരസ്വർഗം പ്രാപിച്ച ധീരദേശാഭിമാനി ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജ. സത്യാഗ്രഹ മാർഗത്തിൽ വിജയിച്ച കേരളത്തിലെ ആദ്യത്തെ സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ പഴശ്ശിരാജ കൊല്ലപ്പെട്ട വർഷം ഏതാണ്? 1805. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തത് ആരാണ്? ടിപ്പു സുൽത്താൻ. സാമൂതിരി രാജാവിൻ്റെ നാവികസേനാ തലവന്മാരുടെ സ്ഥാനപ്പേര് എന്താണ്? കുഞ്ഞാലി മരക്കാർ. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എന്നാണ്? 1809 ജനുവരി 11. തിരുവിതാംകൂർ ഭരണത്തിൽ ഇടപെട്ടതിനാൽ ബ്രിട്ടീഷുകാരോട് പടപൊരുതിയ ധീരദേശാഭിമാനിയായ ഭരണാധികാരി ആരാണ്? വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബാരിസ്റ്റർ G.P. പിള്ള. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ യാത്രയുടെ മാർച്ചിംഗ് ഗാനമായി തിരഞ്ഞെടുക്കപ്പെട്ട വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് ആരാണ്? അംശി നാരായണപിള്ള. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936 നവംബർ 12. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ഏതാണ്? 1857. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിൽ. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്?
NV കൃഷ്ണവാര്യർ. സമര നേതാവായ കെ കേളപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തെ നയിച്ചത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. കെ കേളപ്പൻ നയിച്ച ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? 32 പേർ. പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹ സമരം നയിച്ചത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന നിരാഹാര സമരത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ട വ്യക്തി ആരാണ്? കുഞ്ഞിരാമൻ അടിയോടി. ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അബ്ബാസ് ത്യാബ്ജി. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറിയായ ഈസി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ മേഘാലയ. കറക്റ്റായി ആദ്യം തന്നെ ആൻസർ പറഞ്ഞിരിക്കുന്നത് നിരഞ്ജൻ കെ ആണ്. കൺഗ്രാറ്റ്സ് നിരഞ്ജൻ. അതുപോലെ തന്നെ ആൻസർ പറഞ്ഞിരിക്കുന്ന ബാക്കി എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ. തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ നോക്കാം. കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് ആരാണ്? കോഴിക്കോട് ജില്ലയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് ആരാണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.